എണ്ണ കൈമലിങ്ങനെ ആയാലോ കൈ ഇങ്ങനെ ഇമിരിച്ചെടുക്കുന്നു ഉയ്യാന്. വീഡിയോ കാണുന്ന നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഉയ്യെന്ന് അറിയോ? ഉയ്യെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉയ്യൻ്റെ അമ്മേന്ന് കമൻ്റ് അടിക്കണേ. ചായം കുടിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് ഞാനൊരു ബൈക്ക് പോകാൻ വേണ്ടി പുരേന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് പെരിന്തൽമണ്ണ അങ്ങാടി വരെ ഒന്ന് പോകണം, പ്രധാനപ്പെട്ട ഒരു ആളെ കാണാനുണ്ട്. ജംസുഖാന്റെ ഫാമിലീനൊക്കെ നമുക്ക് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. മക്കള് 2 കുട്ടികളല്ലേ? 2 പെൺകുട്ടികളാ? 2 പെൺകുട്ടികളാ? ആ, ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് പറയുന്ന ഇവിടെയുള്ള തെറാപ്പിസ്റ്റിനൊരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. വെറൈറ്റി ആയിട്ടുള്ള എന്ത് വാങ്ങുമെന്ന് ആലോചിച്ചു. അപ്പോൾ നല്ല രീതിയിൽ ഉഴിഞ്ഞാലേ നീരൊക്കെ പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ 2ാമത്തെ ഉഴിച്ചലിനായിട്ട് ഇതാ തയ്യാറെടുക്കുകയാണ്. ഇത് വേറെ തരത്തിലുള്ള ഒരു കുപ്പിയിൽ എന്തായാലും ഓയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ ഡോക്ടർ പറഞ്ഞു ഈ ഒരു എണ്ണ കുറച്ച് നല്ലതാണ്, ഇത് യൂസ് ചെയ്തോ നീര് വേഗം അങ്ങ് വലിഞ്ഞു പോകുന്നു. ഇങ്ങനെ ഉയ്യുമ്പോൾ എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ കേട്ടിക്കില്ല ആ ഒരു ഹിന്ദി പാട്ട്? ഹിന്ദിയേനോ തമിഴേനോ? ഉയ്യാര ഉയ്യാരാര ഉയ്യാര ഉയ്യാരാര ഉയ് ഐ ഐ ഐ ഉയ്. ഇതെനിക്കുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ച കണ്ടിട്ടോ. ഒരു കാക്ക അവിടെ ഇങ്ങനെ ഉണ്ട്. അതിന് പറക്കുന്ന അറിഞ്ഞൂടായിട്ടോ അല്ല ചിറകിനെന്തോ പറ്റിയതാണോന്ന് അറിയാലോ. അതിന് അടുത്തേക്കാ ബീച്ചിലോ ഓല് നടക്കാൻ പോയി. എനക്കിവിടെ നടക്കുവാനാകുന്നില്ല, കാല് തന്നെയായിട്ട്. അപ്പോൾ ഒന്നുകൂടി മയിലെണ്ണ തേക്കണം. അല്ല എന്നതിനാ ഈ എണ്ണേൻ്റെ പേര്? മുറിവെണ്ണ തേക്കണം. ഒന്ന് മയിലുണ്ട് കേട്ടോ ഇവിടെ ഡെയിലി മയിൽ വന്നിങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ കാക്കൂരുള്ള ഒരു ഇത്തുണ്ട് ഇവിടെ. മയിലിനെ കണ്ടിട്ട് എന്തോ എന്ന് പറഞ്ഞ് വായും പൊളിച്ച് ആടെ നിൽക്കുക. നിങ്ങൾ മയിലിനെ ഇതിൻ്റെ മുമ്പ് കണ്ടിക്കില്ല വിശ്രത്താ? നിങ്ങളെന്താ എല്ലാവരും മയിലിനെല്ലാം കാണുമ്പോൾ അങ്ങ് ഓടിയോടും. നമ്മളെ ഒരേലെല്ലാം ഡെയിലി വരുന്നതാ. എന്ത് മയിലൊക്കെ ഇവർക്കൊരു അത്ഭുതം എന്തില്ലേ എങ്ങനെയാലേ. ഇപ്പം ഞാൻ കുറച്ച് എണ്ണ തേച്ച് കുഴമ്പും തേച്ചെടുത്ത് ഇരിക്കട്ടെ. ഇതാ നടക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ കുറച്ച് നടക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നടക്കുകയാണ്. വൈകുന്നേരത്തെ ചായക്കുള്ള കടി കൊണ്ടുവന്ന് കേട്ടോ. കാടമുട്ടയും ഇത് മറ്റേ ലേഹ്യമാണ്, അയമോദകാരിഷ്ടാദി ലേഹ്യം എന്ന് പറയും ഇത് കേട്ടോ. പിന്നെ ഇത് നല്ല കട്ടൻ ചായ. ഇത് നല്ല ഓട്സാന്ന് തോന്നുന്നു കേട്ടോ. ഓട്സ് അങ്ങനെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ട്. ഓള് വരുന്നതിന് മുമ്പ് ഇതെല്ലാം തിന്നു കഴിഞ്ഞാലോ? എല്ലാം വേണ്ട. ഞാൻ ശേഷം കുഴമ്പ് കേൾക്കട്ടെ. കുഴമ്പ് ശേഷം ചൂടാക്കണം. ഇതാണ് നമ്മളെ കുഴമ്പ്. ഇതെടുത്ത് ചൂടാക്കി കാല് പരട്ടണം. എന്താ ചെയ്യാല്ലേ. ഈ ഫ്രൈ പാനിലാണ് ഇവർ മസാജ് ചെയ്യുമ്പോൾ ഒക്കെ ചൂടാക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് മുറിവെണ്ണ ലേശം പാരുക, എന്നിട്ട് ചൂടാക്കുക. നല്ലോണം തിളക്കട്ടെ. തിളച്ച് നിൽക്കുന്നത് കാലുമലേക്ക് പാരുമ്പോൾ നല്ല രസമുണ്ടാവും അല്ലേ. ഈ എണ്ണേൻ്റെ അത് മീൻ പൊരിക്കാനാവുമല്ലോ ശ്രദ്ധ. ഈ മുറിവെണ്ണയിൽ മീൻ പൊരിക്കാനാവുക? വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാകും. എനക്ക് വേണ്ട, നിങ്ങളൊന്ന് പൊരിച്ച് നിന്ന് നോക്ക്. കുറച്ചത് കാലുമലേക്ക് ഒഴിക്കുക അല്ലേ? അങ്ങനല്ല വേണ്ടിയ പൊട്ടുന്നുണ്ട്. എന്താ നിങ്ങളൊന്നും എടുക്കുമല്ല, നിങ്ങളാരും വീഡിയോ എടുക്കുമോ അല്ലേ? ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് പാർന്ന് അത് ഉരുകി പോവാ ഉണ്ടാവില്ലേ? അപ്പൊ തണിഞ്ഞിട്ടാവാരോ? അപ്പൊ തണിഞ്ഞാൽ പിന്നെയും ചൂടാക്കേണ്ടി വരൂലേ? ഉയ്യൻ്റെ അമ്മേ, പണ്ട് ജാനും എടുത്തല്ല ഇങ്ങനെ ഇരുന്നിട്ടേനും കോയമ്പ് വെക്കുക. അതുപോലെ ആയിക്കിപ്പോൾ ശേഷം നീര് വന്നിക്കെന്ന് തോന്നുന്നു. എന്താ ഇവിടെയാണ് പെയിന്, വളവില്. കാലിങ്ങനൊക്കെ ആക്കിയാൽ റെഡിയാ വയ്ക്കൂലേ? ചൂടോടെ കുറച്ച് തേച്ചാലോ? ഉയ്യൻ്റെ അമ്മേ, ഉയ്യാനാവുന്നില്ലയോ? ഇങ്ങനെ ഉയിഞ്ഞ് റെഡിയാക്കി എടുക്കണം. ഇത് മയിലെണ്ണ ഇങ്ങനെ ചൂടോട് കൂടി തേക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. നീരൊക്കെ ഇങ്ങനെ വലിഞ്ഞു പോകാൻ ഈ ഒരു എണ്ണ വളരെയധികം യൂസ്ഫുൾ ആണ് എന്നാണ് അറിവുള്ളവർ പറഞ്ഞത്. ലേശം ചൂട് കൂടിപ്പോയോന്ന് അറിയല്ല, ലേശം ചൂടോടെ തന്നെ ഞാൻ പുരട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ രാത്രി ഇങ്ങനെ ഉറക്കില്ലാണ്ട് കുറച്ച് അധികം നടന്നിനു. ഇപ്പോൾ വാവ ഉറങ്ങാണ്ടിരുന്നപ്പോൾ അപ്പോൾ അങ്ങനെ നീര് കെട്ടിയിട്ട് അങ്ങനെ നീര് വന്നിട്ടുള്ള ആ ജോയിൻറ്റ് പെയിൻ. ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനൊരു 3 മാസം ഉയ്യുന്ന പഠിക്കാൻ വേണ്ടിയിട്ട് ഇടുക്കി പോയി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ് ഉമ്മ വേഗം ഗൾഫിലേക്ക് പറഞ്ഞേക്കാൻ നോക്കിയാലോ വേണ്ട എന്തെങ്കിലും ഒന്ന് ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഉഴിച്ചൽ കേന്ദ്രത്തിലേക്ക് ഇത് പഠിക്കാൻ വേണ്ടി പോയിനു. ഒരു നല്ലോണം ഉയ്യുന്നൊക്കെ ഞാൻ പഠിച്ചിങ്ങനെ ലെവലായി വരുമ്പോഴാണ് പിന്നെ അത് ഞാൻ ക്ലാസ്സിന് പോകാണ്ടായി പോയത്. മടി അല്ലാണ്ട് എന്ത് പറയാനാ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ നല്ലൊരു ആയുർവേദ നഴ്സായിട്ട് ഇതേപോലെ ഒരു പ്രസവ കേന്ദ്രത്തിലെല്ലാം ജോലി ചെയ്യുന്നുണ്ടാവുന്നു.
അത് പറ്റൂലല്ലോ അല്ലേ? അത് ശരിയാ, അതിന് പെണ്ണുങ്ങളല്ലേ പറ്റൂ. അല്ലെ ആണുങ്ങൾ എന്തെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ടാവുമതിനും. യോഗയില്ല അത് തന്നെ. ഇപ്പം സ്വന്തം കാല് ഉയ്യാനിപ്പം വേറെ ആൾ ആവശ്യമില്ലാണ്ട് ഞാനിങ്ങനെ ഉയ്യാനുള്ളൊരു ഉപകാരം ഉണ്ടായി എന്നല്ലാണ്ട് വേറെ അതുകൊണ്ടൊന്നും ഇല്ല കേട്ടോ. റിങ് ഉയ്യൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പ്രത്യേകതരം ഉയ്യലെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കുറേയെല്ലാം മറന്നു പോയി. എന്നാലും ഞാനിങ്ങനെ എണ്ണ കൈമേൽ ഇങ്ങനെ ആയാലോ കൈ ഇങ്ങനെ ഇമിരിച്ചെടുക്കുന്നു ഉയ്യാൻ. അപ്പോൾ എൻ്റെ കാല് തന്നെ ഞാനങ്ങനെ ഉയ്ഞ്ഞ് ലെവലാക്കുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഉയ്യുന്ന അറിയോ? ഉയ്യുന്ന അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉയ്യൻ്റെ അമ്മേന്ന് കമൻ്റ് അടിക്കണേ. ഓക്കെ. ഉറക്കുണ്ടോ? ഉറക്ക് വരുന്നുണ്ടോ? ഞാൻ കുഞ്ഞിനെടുക്കും, പാലെല്ലാം കൊടുത്ത് ഉറക്കാൻ കിടത്തും, ആടെ കിടത്തും മോങ്ങണീക്കും. പിന്നെ കുഞ്ഞിനെ ഉറക്കും, ആടെ കിടത്തും മോങ്ങണീക്കും. ഇതുപോലെയാണ് നിങ്ങളെ വീട്ടിലും ഭർത്താക്കന്മാർ. ഈ പെണ്ണുങ്ങൾ കറക്റ്റ് ഉറക്കി അങ്ങ് പോകും, പക്ഷെ നമ്മളവിടെ കിടത്തും മോങ്ങണീക്കും. അതെന്താ അതിൻ്റെ കാരണം അറിയുന്നവരൊന്ന് കമൻറ്റ് ഇത് പറഞ്ഞ കേട്ടോ. അല്ലേ, നമ്മൾ കിടത്തുമ്പോൾ എന്തെങ്കിലും എണീക്കുന്നതിന് കിടത്തുന്നതിൻ്റെ പവർ കൂടിയില്ല ആണോടോ? അതെ. ചായം കുടിച്ച് കൂളിംഗ് ഗ്ലാസും വെച്ച് ഞാനൊരു ബൈക്ക് പോകാൻ വേണ്ടി പുരേന്ന് ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് പെരിന്തൽമണ്ണ അങ്ങാടി വരെ ഒന്ന് പോകണം, പ്രധാനപ്പെട്ട ഒരു ആളെ കാണാനുണ്ട്. ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് കേട്ടോ. മൂപ്പരെ വീട് പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ ഒരു പെട്ടിക്കട നടത്തുകയാണ്. അപ്പോൾ ആ മനസ്സിലുള്ള ആഗ്രഹം ഇതാ സഫലീകരിക്കാൻ പോവുകയാണ്. മൂപ്പരെ നമുക്കൊന്ന് കാണാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും അടിപൊളി മനുഷ്യനാണ് കേട്ടോ. മനുഷ്യനെ പറ്റി പറയാൻ വാക്കുകളില്ല. ആ കാണുന്നതാണ് പെട്ടിക്കട. പൂപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പെരിന്തൽമണ്ണ. ഓക്കെ, മൈഷ പെട്ടിക്കട റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇറങ്ങി പരിചയപ്പെടാം മൂപ്പര. അസ്സലാമലൈക്കും. എന്തൊക്കെയാണ്? കാലായി കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? അത് ഇപ്പഴാണ് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതെ അതെ അതെ. അപ്പൊ ഇതാണ് നമ്മളെ ഷംസൂഖാന്റെ പെട്ടിക്കടയാണ് കേട്ടോ ഇത്. ഇവിടെ റിപ്പയറിംഗ് ഉണ്ട്, ചെറിയ രീതിക്കൊക്കെ പിന്നെ സെറ്റുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അസംബ്ലി കൊടുക്കും. എല്ലാ പരിപാടിയും കൂടി ഒന്നും തൊട്ടൊക്കെ പോകും. ആദ്യം നമ്മള് ഈ മുട്ടായി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങി. അതിൽ മെച്ചൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ നമ്മളെ പഴയ പരിപാടിയാണ് മെക്കാനിക്ക്. അത് നമ്മൾ സ്വന്തം പഠിച്ചാൻ പോയിട്ടൊന്നുമില്ല. പിന്നെ സ്വന്തമായിട്ട് നമ്മള് റേഡിയോ ശ്രോതാവാണ്. അപ്പൊ നമ്മളെ റേഡിയോ കേടി വരുമ്പോ നമ്മൾ അതന്നെ പൊളിച്ചിട്ട് ഒക്കെ റിപ്പയർ ചെയ്ത് അങ്ങനെ പഠിച്ച് സ്വയം പഠിച്ച ഒരു പരിപാടിയാണ് ഇലക്ട്രോണിക്സ്. അപ്പൊ പിന്നെ ബൾബ് ശരിയാക്കി കൊടുക്കും, അങ്ങനെയല്ലേ. വലിയ പരിപാടിയൊന്നും ഇവിടെ നടക്കൂല, കറണ്ട് ഇല്ല. ഇല്ല നമ്മളെ പെട്ടിപ്പീട്ടില് കറണ്ട് ഇല്ല. പിന്നെ പത്തറ് കുറച്ച് കൊടുത്ത് നിങ്ങള് വണ്ടിയിലാ പോയിട്ട് ഇങ്ങോട്ട് വരല്? ഇതിൽ തന്നെ വരും. അപ്പോ പിന്നെ റോഡൊക്കെ പറ്റാ മോശമാണല്ലോ. ഇപ്പൊ കൊറേ താറ് ചെയ്യുന്നുണ്ടല്ലേ അങ്ങോട്ട്? ഇല്ലേ, ഇപ്പൊ ടാറിങ് തുടങ്ങിയിട്ടില്ല. അവിടെ നമ്മളെ റോഡ് തീരെ ശരിയാക്കിയിട്ടില്ല. അതിപ്പോ പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇങ്ങനെ നിക്കുന്നത്. എപ്പാ കുഞ്ഞിനെ കാണാൻ വരുന്നേ? ഇപ്പൊ അടുത്തോടെ വരും. അപ്പൊ ഷംസൂഖാന്റെ ഫാമിലിനൊക്കെ നമുക്ക് പരിചയപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. മക്കള് 2 കുട്ടികളല്ലേ? 2 പെൺകുട്ടികളാ? 2 പെൺകുട്ടികളാ? എത്ര പഠിക്കുന്നേ? മൂത്താള് എന്താ ഇപ്പൊ 5ാം ക്ലാസ്സിലാണ്. ഇവിടെ എത്തിങ്ങാന സ്കൂളുണ്ട് ഇവിടെ. പിന്നെ ചെറിയോള് അവിടെ തന്നെ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങണ അവിടെ തന്നെയാണ്. ഒരു ദിവസം നിങ്ങള് വീട്ടിൽ വരും. അപ്പോൾ നമ്മളെ ഷംസൂഖാന്റെ ഒരു ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം. നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരും ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ഇടത്തിൽ ഇങ്ങനെ പൈസ കൊടുക്കുന്നതാണ്, പള്ളികളിലും അങ്ങനെയുള്ള ഇടത്തിലും സംഭാവനയായിട്ടൊക്കെ ഒരുപാട് നിങ്ങൾ കൊടുക്കുന്നതാണ്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും പടച്ചവൻ ഇഷ്ടമാണ് ഷംസൂഖാനെ പോലെയുള്ള ഇങ്ങനെ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെടുന്നതാണ്. മൂപ്പര് ഈ കടയും കാര്യങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ മൂപ്പരെയൊക്കെ ഒന്ന് ആകുന്ന രീതിയിലൊന്ന് സഹായിച്ചാൽ കേട്ടോ. നമ്മളൊരു ചേർത്ത് പിടിക്കൽ തീർച്ചയായിട്ടും പറ്റുന്ന പോലൊക്കെ അതിൽ പൈസ ഒക്കെ അയച്ചു കൊടുക്കണം കേട്ടോ.
ഷംസുഖാൻ്റെ അടുത്ത് ഞാൻ നേരെ ഇറങ്ങിപ്പോയത് ഒരു ഗിഫ്റ്റ് ഷോപ്പിലാണ് കേട്ടോ. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ കുഞ്ഞിൻ്റെ പേര് കറക്റ്റായിട്ട് പറയുന്ന ഇവിടെയുള്ള തെറാപ്പിസ്റ്റിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. വെറൈറ്റി ആയിട്ടുള്ള എന്ത് വാങ്ങുമെന്ന് ആലോചിച്ചു. അപ്പോൾ 3-4 സാധനങ്ങൾ അങ്ങ് വാങ്ങിയിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ആക്കിയതാണ് കേട്ടോ. കുറച്ച് പൗഡറും കുറച്ച് ക്രീമും അങ്ങനെ ഒക്കെ വാങ്ങിയിട്ട് നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു ഫോണിൻ്റെ ടൈപ്പ് ബോക്സിലാക്കി. ഓളി വിചാരിച്ചോട്ടെ ഐഫോൺ ആറ്റ അവൾക്ക് കിട്ടുന്നതെന്നല്ലേ. അങ്ങനെ നല്ലൊരു ബോക്സിലാക്കി, തിളങ്ങുന്ന ബോക്സിലെ ഒരു സ്വർണ്ണ കഷ്ണം പോലെ ഇല്ല, ദൂരത്ത് നോക്കുമ്പോൾ ഒരു സ്വർണ്ണ കഷ്ണം വെച്ച പോലെ ഇല്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവന് റാപ്പ് ചെയ്ത് കിട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇനിയിപ്പോൾ ചെറിയോളെ വിളിച്ചിട്ട് ഓളെ കിളിപോയ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓളി അരിച്ചിട്ടുണ്ടാവും വെറുതെ അങ്ങ് ഡയലോഗ് അടിച്ച് തന്നിട്ട് ഗിഫ്റ്റ് ഇങ്ങനെ കിട്ടുമെന്നൊന്നും ഓള് നിരീക്ഷിക്കുണ്ടാകുകയല്ല. ഇത് കണ്ടോളൊന്ന് ഞെട്ടട്ടല്ലേ. കണ്ടല്ല സാധനം വാങ്ങിയിട്ട് ചില്ലറ ഇല്ലയെന്ന് പറയുമ്പോൾ എന്തെങ്കിലും മുട്ടായി തന്നേക്കല്ലേ, എന്തെങ്കിലും തന്നേക്കെന്നല്ല പറയല്. ഇപ്പോൾ ഇതാ ബാക്കിക്ക് പാമ്പേഴ്സ് തന്നേക്കുന്ന കേട്ടോ പറയല്. നിങ്ങളാരും അങ്ങനെ പറയലുണ്ടാ? 2 സോപ്പ് വാങ്ങിയേനെ. എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ഒരു പുതിയ റീല് എടുക്കാൻ പ്ലാൻ ഉണ്ട്. അത് 5 ലക്ഷം വ്യൂ ആയാൽ ആരാ ഉള്ള വെച്ചാൽ ഗിഫ്റ്റ്. താല്പര്യമുള്ള ആരാ ഉള്ള ഇതാ വാങ്ങിക്കോളൂ. വെൽക്കം. നമ്മൾ രാവിലെ ഒന്ന് ഉയിഞ്ഞല്ലേ, അതിന് ശേഷം നമ്മൾ ഉയിഞ്ഞിക്കേ ഇല്ലല്ലോ. 3 മറിയെങ്കിലും നല്ല രീതിയിൽ ഉയിഞ്ഞാലേ നീരൊക്കെ പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ 2ാമത്തെ ഉയിച്ചലിനായിട്ട് ഇതാ തയ്യാറെടുക്കുകയാണ്. ഇത് വേറെ തരത്തിലുള്ള ഒരു കുപ്പിയിൽ എന്തായാലും ഓയിൽ എടുക്കുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ ഡോക്ടർ പറഞ്ഞു ഈ ഒരു എണ്ണ കുറച്ച് നല്ലതാണ്, ഇത് യൂസ് ചെയ്തോ നീര് വേഗം അങ്ങ് വലിഞ്ഞു പോകും. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ എൻ്റെ 2 കൈയിലും എണ്ണ ആക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വലത് കൈയാണല്ലോ നല്ലേ, അതുകൊണ്ട് വലത് കയ്യിൽ നല്ലോണം ഇങ്ങനെ എണ്ണയാക്കിയിട്ട് ഇങ്ങനെ ഉയിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഉയ്യുമ്പോൾ എനിക്കൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ല ആ ഒരു ഹിന്ദി പാട്ട്? ഹിന്ദിയേനോ തമിഴേനോ? ഉയ്യാര 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 ഉയ് ഐ ഐ ഐ ഉയ് ഏയ് ഉയ്യാര ഉയ്യാ, അങ്ങനെയുള്ളൊരു പാട്ടുണ്ട് കേട്ടോ. ഒന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കിട്ടും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശരിയായ പെയിന്. അതെന്താല്ലേ വലത്തുനിന്ന് ഇടത്തുനിന്ന് വലത്തോട്ടും തിരിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പെയിൻ അനുഭവപ്പെടുകയാണ് കേട്ടോ. ഇത് യൂറിക് ആസിഡ് കൂടിയതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. അങ്ങനെയാണെങ്കിൽ മീൻ പൊരിച്ചൊന്ന് തിന്നാനാവല്ലോ. അമ്മായിയമ്മ നല്ലോണം അയിലയും മത്തിയൊക്കെ പൊരിച്ച് തിന്ന് പിയ്യാപ്പിളയെന്ന് പറഞ്ഞങ്ങനെ തീറ്റിക്കുമ്പോൾ നമ്മൾ 2-3 മീനെല്ലാം അടിച്ച് മാറുമ്പം ചിന്തിച്ച മക്കളെ യൂറിക് ആസിഡ് വരുമോ എന്നുള്ളത്. ഇന്നലത്തെ അപേക്ഷിച്ച് നല്ല കുറവുണ്ട് കേട്ടോ. ഓക്കെ, ഇന്നലെ കുറച്ചുകൂടി ഓയിൽ ഉണ്ടായിരുന്നു, ഇന്ന് നോക്കിയാൽ നല്ല രീതിയിൽ ഓയിൽ കുറഞ്ഞിക്ക്. അല്ലാണ്ട് വേറെ കുറവൊന്നും കാണുന്നില്ല. നാളത്തേക്ക് മാറുമെന്ന് വിചാരിക്കുക. ഉയിഞ്ഞെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും മനസ്സ് വേദനിക്കുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ച കണ്ടിട്ടോ. ഒരു കാക്ക അവിടെ ഇങ്ങനെ ഉണ്ട്. അതിന് പറക്കുന്ന അറിഞ്ഞുകൂടായിട്ടോ അല്ല ചിറകിനെന്തോ പറ്റിയതാണെന്നൊന്നും അറിയില്ല. അതിന് പറക്കുവാനാകുന്നില്ല. പാവം അതിങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക. അതെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ ഇനി പെട്ടെന്ന് പറക്കാനൊക്കെ ആവട്ടെ അല്ലേ എല്ലാവരും. അതിനെന്തെങ്കിലും വെള്ളമോ ചോറാറ്റോ വെച്ച് കൊടുക്കണം പാവം അല്ലേ. വല്ലാത്ത അവസ്ഥയാണത്. എന്നാൽ ആയിക്കോട്ടെ, എന്നാൽ ഈ വിഷമത്തോടു കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. നാളെ എന്തുണ്ട് നമുക്ക് കാണാം മക്കളെ. ആയിക്കോട്ടെ, എന്നാൽ ബൈ.